രാവിലെ തന്നെ നമ്മൾ നേരെ റൂമിൽ നിന്ന് വാങ്ങി. നമുക്ക് ഓട്ടം കിട്ടിയേക്കുന്നത് തൃപ്പൂണിത്തുറ ഭാഗത്തു നിന്നാണ്. ദൈവന ഓട്ടം ഇന്നത്തെ സാരഥി. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതെ ഈ പൂച്ചക്കുഞ്ഞ് ഇതിനെ ഏതാണെന്നല്ല അറിയത്തില്ല. ഞാൻ ചുമ്മാ ഒന്ന് ഇത്ര വെച്ചതേ ഉള്ളൂ. ആശാൻ ഓടി വന്ന് കാണിക്കുന്ന പ്രകടനം കേട്ടത്. ആദ്യമായിട്ട് ഇത്രയും സ്ട്രേഞ്ചറായിട്ടൊരു പൂച്ച, വെറും സ്ട്രേഞ്ചറായിട്ടുള്ള എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്. ഏതായാലും എനിക്ക് പൂച്ചകളൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് അതിനെ കളിപ്പിച്ചു. അങ്ങനെ സാറ് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവൻ ആ വീട്ടിലെ അല്ല, അവൻ വേറെ ഏതോ വീട്ടിലെ എവിടുന്നോ തെണ്ടി കയറി വന്ന. ഏതായാലും ആശാന് ഭയങ്കര സ്നേഹം, എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വണ്ടി ടൊയോട്ട എറ്റിയോസ് ഡീസൽ 1,77,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സംഭവം 77,000 ഓടിയെങ്കിലും നൈസ. അവിടെ നിന്ന് നേരെ പോയത് ഈ വീട്ടിലേക്ക് കേട്ടോ. ഈ വീട് കണ്ടോ, ഇത് നല്ല പാടം പോലത്തെ സെറ്റപ്പ്, നല്ല വമ്പനൊരു വീട്, നല്ല നല്ല വ്യൂ കേട്ടോ ഈ വീട്ടിൽ നിന്നാൽ. എങ്ങനെയുണ്ട് ഇതുണ്ടോ ഈ വീടിൻ്റെ മുറ്റത്ത് നിന്നുള്ള കാഴ്ച. പണി നടക്കുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് തൊടുപുഴയ്ക്കാണേ. തൊടുപുഴയും ഇതുപോലെ തന്നെ പണി നടക്കുന്നൊരു പ്രോപ്പർട്ടി. ഇവിടെ ഏതായാലും 5 വീടുകളുണ്ട്. ഏകദേശം ഒരു വീടിന് 1 കോടി 1.25 കോടി രൂപ വില വരും. തൊടുപുഴ ടൗണിൽ അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഇത് മേടിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ചങ്കില്ലേ അവരെ അയച്ചു കൊടുക്കുക. എന്നിട്ട് പറ തൊടുപുഴ നല്ലൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്, ഒന്നും നോക്കണ്ട, ടോക്കൺ കൊടുത്തോളാം. വെയിലിനും ചൂടിനും ഒരു കുറവും ഇല്ലായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ പോയത് കൈതച്ചക്കയുടെ നാട്ടിലേക്കാണ്. ഏകദേശം മനസ്സിലായല്ലോ, വേറെ എവിടെയുമല്ല, വാഴക്കുളം. അങ്ങനെ വാഴക്കുളത്ത് ഒരു സ്കൂളിലേക്ക് കേട്ടോ പോയെ. ഏത് സ്കൂളാണെന്ന് ഞാൻ പറയുന്നില്ല, വേണേൽ കാണിച്ചു തരാം. ഈ കാണുന്ന ആ സ്കൂളിലേക്ക് കയറി വരുന്ന വഴി കേട്ടോ. 2 സൈഡിലും കൈതച്ചക്ക, നടുക്കൂട്ടിയൊരു വഴി. സംഭവം ഏതായാലും കൊള്ളാം, നല്ല രസമുണ്ട്. അങ്ങനെ കുറേ നേരം ആ സ്കൂളിലെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കണ്ട് അവിടെ നിന്നു. ഈ ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നത് കൈതച്ചക്കയുടെ വിത്താന്ന് തോന്നുന്നു. വാഴക്കുളത്ത് നേരെ അടുത്ത ലൊക്കേഷൻ. അവിടെ ചെന്നപ്പോൾ ഇതേ ഒരു കിളിയും കിളിക്കൂടും. ഏതായാലും കിളിക്കുഞ്ഞ് കൊള്ളാം, സോറി ലവ് ബേർഡ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഓട്ടം കഴിഞ്ഞ് റൂമിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കപ്പ ബീഫ് മിക്സും കഴിച്ചു. സംഭവം ഏതായാലും കൊള്ളാം. കാക്കനാട് ഒരു കടയിൽ നിന്നാണ് കഴിച്ചത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ വണക്കം.